ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിഫ്റ്റി 26,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും മറികടക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്നാൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ആ ഒരു ലെവലിൽ നിഫ്റ്റി നേരിടുന്നത്. ഇന്ന് നമുക്ക് കാണാൻ നിഫ്റ്റി 25,997 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. 26,000 ഇന്ന് ക്രോസ് ചെയ്ത് 26,009 എന്നുള്ള ഹൈ വരെ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവിടെ നിൽക്കാനായില്ല. പിന്നീട് താൽക്കാലികമായിട്ടെങ്കിലും താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇപ്പോൾ 25,800 അതുപോലെ 26,000 ഇടയിൽ നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 തന്നെ തുടരുകയാണ്. പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് 25,900 അപ്പോൾ വളരെ നേരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയുടെ ആ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്കെല്ലാം മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 200 ഡേ, 100 ഡേ, 50 ഡേ, 20 ഡേ ഏത് മൂവിങ് ആവറേജ് എടുത്താലും അതിൻ്റെയൊക്കെ മുകളിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ നിഫ്റ്റിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി വളരെ ഇൻടാക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രധാനപ്പെട്ട പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് IT സെക്ടറിലാണെന്ന് കാണാം. നമുക്കറിയാം നോബൽ സമ്മാനം നേടിയിട്ടുള്ള പല AI സാങ്കേതിക വിദ്യകളും അതേപോലെ ആന്ത്രോപിക് പോലെയുള്ള കമ്പനികൾ പുറത്തിറക്കിയ പുതിയ AI ടൂളുകളും ഇതൊക്കെ ഇന്ത്യൻ കമ്പനികളുടെ ആ ഒരു പരമ്പരാഗത ബിസിനസ് മോഡൽ, അതായത് ഔട്ട്സോഴ്സിംഗ് ആൻഡ് അപ്ലിക്കേഷൻ സർവീസ് എന്നുള്ള ആ ഒരു പരമ്പരാഗത ബിസിനസ് മോഡലിനെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നേരിയ തോതിലുള്ള ഒരു അപ്സൈഡ് ഇന്ത്യൻ IT സ്റ്റോക്കിൽ ഉണ്ടാകുമ്പോൾ അവിടെ ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നത് കാണാം. പിന്നെ തന്നെ നമുക്ക് കാണാൻ കഴിയും IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 10 സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 1% മുതൽ 2% ഒരു ഫോള് ഇന്ന് എല്ലാ സ്റ്റോക്കിലും കാണാൻ കഴിയും. ഇപ്പോൾ ഷോർട്ട് ടേമിൽ നമ്മൾ IT സ്റ്റോക്കുകൾ വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. കാരണം ഓരോ റൈസിലും സെല്ലിംഗ് നടക്കാം. സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും IT സ്റ്റോക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി ഗോൾഡും സിൽവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിലെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും സ്പോട്ട് പ്രൈസ് ഡോളർ ടേംസിൽ പെർ ഔൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 5,057 ഗോൾഡിൻ്റെ പ്രൈസ്. ഏകദേശം 0.65% ഗോൾഡിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്സൈഡാണ്. അതുപോലെ സിൽവറിലാണെങ്കിൽ 3.6% ഒരു മൂവ് ഉണ്ടായതായിട്ട് കാണാം. 83.61 എന്ന പ്രൈസാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഗോൾഡ് സിൽവറിൻ്റെ ആ ഒരു വളറ്റിലിറ്റി ഇപ്പോഴും തുടരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ ഇന്ന് ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ ഫാക്ട് ഷീറ്റിൽ അത് ഇറങ്ങിയിട്ട് നിമിഷങ്ങൾക്കകം തന്നെ അതിൽ വന്ന ചേഞ്ചസും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം നൽകിയ ഫാക്ട് ഷീറ്റിൽ സർട്ടൺ പൾസസ് എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അതായത് ചില പയറുവർഗ്ഗങ്ങൾക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകുമെന്ന് ആ ഫാക്ട് ഷീറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ റിവൈസ് ചെയ്ത ഫാക്ട് ഷീറ്റിൽ അത് നീക്കം ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇന്ത്യയിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതിൻ്റെ ഒരു സമ്മർദ്ദം ഇന്ത്യ US മേൽ ചുമത്തിക്കൊണ്ട് ഈ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ $500 ബില്യൺ ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകിയെന്നായിരുന്നു ആദ്യത്തെ ഫാക്ട് ഷീറ്റിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ കമ്മിറ്റഡ് അഥവാ ഉറപ്പ് നൽകിയെന്ന് പറയുന്നതും ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇൻറ്റൻസ് എന്ന വാക്കായിരുന്നു ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് മാറ്റി എഴുതാൻ വേണ്ടി ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 500 ബില്യൺ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനർജി, ടെക്നോളജി, കോള് പോലെയുള്ള മേഖലകളിൽ മാത്രമാണ് ഈ ഒരു 500 ബില്യൻ്റെ പർച്ചേസ് ഇന്ത്യ നടത്തുക. അതേപോലെ ഡിജിറ്റൽ സർവീസിൽ ഇന്ത്യ ടാക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കും എന്ന് ആദ്യത്തെ ഫാക്ട് ഷീറ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ റിവൈസ് ചെയ്ത ഫാക്ട് ഷീറ്റിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചർച്ചകൾക്ക് ഇന്ത്യ സമ്മതിച്ചു എന്ന് മാത്രമാണ്. ഈ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ യോജിക്കാത്ത പല മേഖലകളിലും ഇന്ത്യ യോജിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫാക്ട് ഷീറ്റാണ് ആദ്യം US പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികം നമുക്കറിയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ കർഷകരുമായി ബന്ധപ്പെട്ട വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യ ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അമേരിക്കൻ ഡെലിഗേറ്റ്സിനെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫാക്ട് ഷീറ്റ് ചേഞ്ചാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ PCBL അഥവാ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം മുന്നോട്ടേക്ക് കയറിയ ഒരു സ്റ്റോക്കാണ്. 9% മുതൽ 10% വരെ ഇൻട്രാഡേയിൽ അത് കുതിച്ചുയർന്നതായിട്ട് കാണാം. അപ്പോൾ ബോംബെയിൽ വെച്ച് നടക്കുന്ന നൊവാമ ഇന്ത്യ ഇൻവെസ്റ്റർ കോൺഫറൻസിൽ PCBL പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഭാവി വളർച്ചയെക്കുറിച്ചും ഒക്കെ നിക്ഷേപകരുമായിട്ട് സംസാരിക്കുമെന്നുള്ള ഒരു വാർത്ത വന്നത് ഈ സ്റ്റോക്കിൽ പോസിറ്റീവായി വന്നിട്ടുണ്ട്. കൂടാതെ ഈ കമ്പനിയുടെ സബ്സിഡിയറി പ്ലാന്റ് തമിഴ്നാട്ടിലുള്ള
യൂണിറ്റിൽ പ്രതിവർഷം 60,000 മെട്രിക് ടൺ അധിക കാർബൺ ബ്ലാക്ക് ഉൽപ്പാദിപ്പിക്കാൻ കമ്പനിക്ക് കഴിയുമെന്നും അതിൻ്റെ ഗുണഫലങ്ങൾ അടുത്ത വരുന്ന Q4 ഉണ്ടാവുമെന്നുമുള്ള ഒരു പ്രതീക്ഷയും നിക്ഷേപകർക്കിടയിലുണ്ട്. അതും ഈ സ്റ്റോക്കിൽ പോസിറ്റീവായി വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ Q3 റിസൾട്ടും മികച്ചതായിരുന്നു. ആഭ്യന്തര വിപണിയിൽ 6% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ-US ട്രേഡ് ഡീൽ അത് കെമിക്കൽ മേഖലയിലുള്ള കമ്പനികൾക്ക് മൊത്തത്തിൽ ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും PCBL നേട്ടമുണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ ശക്തമായ ഒരു ട്രേഡിംഗ് വോളിയമാണ് നമുക്ക് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ ടാർഗറ്റ് ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ ആവറേജ് ടാർഗറ്റ് 360 മുതൽ 420 വരെ പല ബ്രോക്കറേജുകളും നൽകിയതായിട്ടും കാണാം. അപ്പോൾ പുതിയ പ്ലാന്റിലുള്ള ഉൽപ്പാദനവും അതുപോലെ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വരുന്ന ഔട്ട്കമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതീക്ഷകളുമൊക്കെയാണ് ഈ സ്റ്റോക്കിലെ റാലിക്ക് കാരണമായിട്ടുള്ളത്. ഇനി മറ്റൊരു സ്റ്റോക്ക് പോയി കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സും ഇന്ന് 6% കൂടുതലുള്ളൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ കമ്പനിയുടെ Q3 റിസൾട്ടും മികച്ചതായിരുന്നു. വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചത്. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 21% മൊത്തം വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 23% വർദ്ധിച്ചതായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ടിൽ കാണാൻ കഴിയും. ഇവരുടെ റോയൽ എൻഫീൽഡ് അതുപോലെ VE കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വിഭാഗങ്ങളിലാണ് ശക്തമായ വിൽപ്പന നടന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വിൽപ്പനയിൽ 21% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 3.25 ലക്ഷത്തിലധികം ബൈക്കുകളാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവർ വിറ്റഴിച്ചത്. ഇതുകൂടാതെ ഇവരുടെ തമിഴ്നാട്ടിലെ പുതിയ പ്ലാന്റിൽ 958 കോടിയുടെ ഒരു പുതിയ നിക്ഷേപം നടത്തുന്നതിന് കമ്പനിയുടെ ബോർഡ് അപ്രൂവൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ വളർച്ചയിൽ വരും വർഷങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും പല പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ ഇന്ന് മാർക്കറ്റിൽ ഏകദേശം 5% ഫോളോ കടന്ന ഒരു സ്റ്റോക്കാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ അഥവാ ബെല്ല്. അപ്പോൾ ഇത് താഴേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ഗവൺമെൻറ് ഓഫർ ഫോർ സെയിലിൽ ഇതിൻ്റെ ഓഹരികൾ വിറ്റഴിക്കുകയാണ്. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഈ വിൽപ്പന നടന്നിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ട വില 254 എന്ന ഫ്ലോർ പ്രൈസാണ്. അപ്പോൾ ഇത് ഇന്നലെ ക്ലോസ് ചെയ്ത 276 താഴെയാണ്. ഏകദേശം 8% കുറവ് ഇവിടെ ഉണ്ട്. മാർക്കറ്റ് പ്രൈസിൻ്റെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഓഹരികൾ ലഭ്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകും. അപ്പോൾ സർക്കാർ ഏകദേശം 5% ഓഹരികളാണ് വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെല്ലിൻ്റെ ഓഹരികളുടെ ആ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് ഇനി വർദ്ധിക്കും. അപ്പോൾ അത് മാർക്കറ്റിൽ ഇതിൻ്റെ സപ്ലൈ കൂടാൻ കാരണമാകും. അപ്പോൾ ഇതിൻ്റെ OFSൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഫെബ്രുവരി 11 പങ്കെടുക്കാൻ കഴിയുക. എന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഫെബ്രുവരി 12 പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വിൽപ്പനയിലൂടെ 4422 കോടി രൂപയാണ് ഗവൺമെൻറ് സമാഹരിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു ഓഫീസിലൂടെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായ ഈ ഒരു 5% ഇടിവ് ഇതൊരു താൽക്കാലികമായ ഇടിവായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം ഇനി ഈ സ്റ്റോക്കിലുള്ള ട്രേഡിങ് വോളിയം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് ഉയരാനാണ് സാധ്യത. കാരണം ഇതിൻ്റെ Q3 റിസൾട്ട് നല്ല രീതിയിലായിരുന്നു വന്നത്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ടായിട്ടുള്ള പരാഗ് പരീഖ് ഫ്ലക്സി ഫണ്ട്, അത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ടാണ്. കാരണം അവരുടെ AUM 1,33,969 കോടിയാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ 1,33,308 കോടിയിൽ നിന്നും ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസം ഇവർ അവരുടെ പോർട്ട്ഫോളിയോയിൽ വരുത്തിയിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ മാറ്റം അതിലുള്ള ITC ഷെയറിലാണ്. കാരണം ഇവരുടെ ഒരു മേജർ ഹോൾഡിംഗ് ആണ് ITC. അപ്പോൾ അവർ പുതുതായിട്ട് 6.12 കോടി ITC ഷെയറുകൾ പുതുതായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള അവരുടെ ഹോൾഡിംഗിൽ നിന്നും ഇത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 20.99 കോടി ഷെയറുകൾ ഈ ITCയുടേത് ഈ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാപ്പിൻ്റെ കയ്യിൽ കാണാം. അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 9.84 കോടി ഷെയറുകളും 38.11 ലക്ഷം ഷെയറുകളും ഇവർ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇവർ പ്രധാനമായിട്ടും അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുള്ളത് കോൾ ഇന്ത്യയിലാണ്. 22.07 ലക്ഷം ഷെയറുകൾ ഇവർ കുറച്ചിട്ടുണ്ട്. അതുപോലെ MCXൽ 2247 ഷെയറുകളും ഇവർ സെല് ചെയ്തതായിട്ട് കാണാം. അതുപോലെ ഭാരതി എയർടെലിൽ നിന്നും ഇവർ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ആയിട്ടുണ്ട്. 2.11 കോടി ഷെയറുകൾ ഇവർ വിറ്റഴിച്ചിട്ടുണ്ട്. അതുപോലെ പുതുതായിട്ട് 2 സ്റ്റോക്കുകൾ ആഡ് ചെയ്തായിട്ട് കാണുന്നത്, ഒന്ന് 4.62 ലക്ഷം ഷെയറുകൾ CIE ഓട്ടോമോട്ടീവ് ഇന്ത്യയുടേതും, അതുപോലെ 1.99 ലക്ഷം ഷെയറുകൾ CMS ഇൻഫോസിസ്റ്റത്തിൻ്റെയും ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പുതുതായിട്ടാണ് ഇവരുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ മറ്റ് പല സ്റ്റോക്കുകൾ ഏകദേശം 11 സ്റ്റോക്കുകളിലുള്ള ഇവരുടെ എക്സ്പോഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ യാതൊരു ചേഞ്ചസും അവർ വരുത്തിയിട്ടില്ല. ഇപ്പോൾ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഇൻഡസ് ടവേഴ്സ്,
മോട്ടോഴ്സ്, നെസ്കോ, സ്വരാജ് എൻജിൻസ്, സൈഡസ് വെൽനസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ യാതൊരു ചേഞ്ചസും വരുത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ കഴിഞ്ഞ മാസം 30ഓളം ഷെയറുകളായിരുന്നു ഇവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 31 ഒരു ഷെയർ അധികം വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാമ്പിൻ്റെ ഫണ്ടുകളിൽ 62.83% ലാർജ് ക്യാപ് സ്റ്റോക്കുകളും 2.4% മാത്രമാണ് മിഡ് ക്യാപ് സ്റ്റോക്കുകളും അതുപോലെ 2.72% മാത്രമാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഉള്ളത്. ബാക്കിയുള്ള 32.5% ഇൻ്റർനാഷണൽ ഈക്വിറ്റികളിലും അതേപോലെ മറ്റ് അസറ്റ് ക്ലാസ്സുകളിലുമാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.